Welcome to plus 2 mathematics class. Chapter 5 Continuity and Differentiability. Continuity and differentiability ഒരു പ്രോബ്ലം ചെയ്യാം. Find all points of discontinuity of f where f is defined by f of x is equal to 2x plus 3 if x less than or equal to 2, 2x minus 3 if x greater than 2. അപ്പോൾ ഈ ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 2x പ്ലസ് 3യും എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ 2x മൈനസ് 3യും ആണ്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി 2x പ്ലസ് 3 എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ 2x മൈനസ് 3യും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പക്ഷേ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വരാൻ ചാൻസ് കൂടുതൽ 2 എന്ന പോയിൻറ്റിലാണ്. അപ്പോൾ ലിമിറ്റ് LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഒന്ന് നോക്കാം. എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2ലും താഴെയുള്ള കേസ്. അപ്പോൾ ഇത് 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2x പ്ലസ് 3. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കാം. 2 × 2 4 പ്ലസ് 3 7 എന്ന ആൻസർ കിട്ടുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2x മൈനസ് 3 ആണ്. അപ്പോൾ 2 × 2 മൈനസ് 3 അപ്പോൾ 4 മൈനസ് 3 1 എന്ന് കിട്ടുന്നു. അപ്പോൾ LHLും RHLും തുല്യമല്ല. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 അത് രണ്ടും തുല്യമല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ദെയർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2. ബാക്കി എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസാണ്. കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ഇതൊക്കെ പോളിനോമിയലിൻ്റെ രൂപത്തിലാണ്. 2x എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an x റൈസ് ടു n ആണ്. ഇവിടെ a0 a1 a2 എക്സെട്ര an എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. എന്നാൽ എക്സിൻ്റെ പവറായിട്ട് ഇൻറ്റിജേഴ്സ് മാത്രമേ വരുള്ളൂ. 1 2 3 4 പോലെയുള്ള ഇൻറ്റിജേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കാരണം ഇവിടെ എക്സിൻ്റെ എക്സ് റൈസ് ടു -1 വന്നിരുന്നെങ്കിൽ 1/x 0യിൽ കണ്ടിന്യൂസ് അല്ലാതെ വന്നേനെ. പക്ഷേ ഇവിടെ എക്സിൻ്റെ പോസിറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ്. നമ്മുടെ 2x പ്ലസ് 3യും 2x മൈനസ് 3യും ഇവിടെ a0 പ്ലസ് a1x a0ൻ്റെ സ്ഥാനത്ത് -3 a1ൻ്റെ സ്ഥാനത്ത് 2x. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് 2 എന്ന പോയിൻറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് 2. മറ്റൊരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ ഫംഗ്ഷൻ എക്സ് 0 അല്ലാത്ത കേസിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സും എക്സ് 0 ആയിരിക്കുന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കുന്ന കേസ് ഒന്ന് നോക്കാം. എക്സ് ലെസ് ദാൻ 0 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് -2 എടുക്കുക. മോഡുലസ് ഓഫ് -2 എന്താണ്? -2ൻ്റെ മൈനസായ +2 അല്ലേ? അപ്പോൾ ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ആ നെഗറ്റീവിൻ്റെയും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഓൾറെഡി നെഗറ്റീവാണ്. അതുകൊണ്ട് അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് -1 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് 0യേക്കാൾ ചെറുതായിട്ടുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ ഇമേജായിട്ട് -1 ആണ് ഇമേജായിട്ട് വരുന്നത്. -1 ആണ്
ഇമേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നു. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഇറ്റ് ഈസ് അപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ്. മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോസിറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് അത് തന്നെയായിരിക്കും. അപ്പോൾ ആൻസർ 1 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ 0യേക്കാൾ വലുതായിട്ടുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും ഇമേജ് ആയിട്ട് 1 വരുന്നു. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഇനി നമുക്ക് അപ്പോൾ ആ ഭാഗത്തൊന്നും ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ഇല്ല. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന കേസ് എടുക്കാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് 0 ആയിരിക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. LHL ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് 0യോട് അടുക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ -1 ആണ്. ഇനി RHL അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സ് 0യിലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ ഹിയർ LHL നോട്ട് ഈസ് ഈക്വൽ ടു RHL. Therefore the function is not continuous at x is equal to 0. Therefore 0 is a point of discontinuity. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് 0 മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 10 - 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇവിടെ 3 കേസ് വരുന്നു. കേസ് 1 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സ് ഈസ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1ലും താഴെ ആയിരിക്കുമ്പോൾ ഉള്ളത്. ഇത് എക്സ് റൈസ് ടു 10 - 1 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് റൈസ് ടു 10 - 1. അപ്പോൾ എക്സിന് 1 എന്ന് കൊടുക്കുക. 1 - 1 0 എന്ന ആൻസർ കിട്ടുന്നു. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് എക്സ് 1നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ഉള്ള ലിമിറ്റിംഗ് വാല്യൂ 1 പ്ലസ് എക്സ് 1നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ S² ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 എന്ന് കിട്ടുന്നു. അപ്പോൾ LHLും RHLും തുല്യമല്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഇനി കേസ് 2 നോക്കാം. വെൻ എക്സ് ലെസ് ദാൻ 1. കേസ് 2 വെൻ എക്സ് ലെസ് ദാൻ 1. എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 10 - 1 ആണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം പഠിച്ചിരുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു A0 പ്ലസ് A1x പ്ലസ് A2s² പ്ലസ് എക്സെട്ര AN x റൈസ് ടു n. അപ്പോൾ ഇവിടെ AN x റൈസ് ടു n. ANൻ്റെ A10 എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സ് റൈസ് ടു 10. അപ്പോൾ 10th പവറിലുള്ള പോളിനോമിയൽ ഫംഗ്ഷനാണ്. ദെയർഫോർ ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ആൻഡ് സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ലെസ് ദാൻ 1. അതുപോലെ തന്നെയാണ് കേസ് 3 എന്ന് പറയുന്നത്. അവിടെയും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സ് 1നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് S² ആണ്. അതും പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ ഒരൊറ്റ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി മാത്രമേ വരുന്നുള്ളൂ. അതായത് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ A and B so that the function defined by f of x is equal to ax plus 1 if x less than or equal to 3,
bs+3 if x greater than 3 is continuous at x is equal to 3. അതായത് x is equal to 3യിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3, എക്സ് ഈസ് ഈക്വൽ ടു 3യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ആണെന്ന് പറയാം. ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡഡ് ലിമിറ്റും ഈക്വലായിരിക്കും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് bx+3, എക്സിന് എന്ത് കൊടുക്കുന്നു? എക്സിന് 3 എന്ന് കൊടുക്കുന്നു. 3x+3 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്, എക്സ് 3യേക്കാൾ ചെറുതായിരിക്കുന്ന സമയത്തുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ax+1 ആണ്. അവിടെ എക്സിന് 3 കൊടുക്കുമ്പോൾ 3a+1 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. അതായത് ഇവിടെ 3b+3, എക്സിനാണ് നമ്മൾ 3 കൊടുത്തത്, അപ്പോൾ 3b+3. അപ്പോൾ ഇവിടെ 3b മൈനസ് 3a ഈസ് ഈക്വൽ ടു 1 മൈനസ് 3, അതായത് -2. 3 ഔട്ട് സൈഡിലെടുത്താൽ 3 ഇൻറ്റു b മൈനസ് a ഈസ് ഈക്വൽ ടു -2 ഓർ b മൈനസ് a ഈസ് ഈക്വൽ ടു -2/3, അല്ലെങ്കിൽ മൈനസ് b ഈസ് ഈക്വൽ ടു -2/3 പ്ലസ് a. or a is equal to b plus 2/3.